എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരികോത്സവം തുടങ്ങിയ ദിവസമാണ്. കുട്ടികളുടെ കലോത്സവം. നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളുടെ കലോത്സവ പരിപാടിയാണ് തൃശ്ശൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൃത്തികെട്ട രാഷ്ട്രീയം പറയാനുള്ള ഇടമാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ വേദിയെ മാറ്റിയത് അവരുടെ രാഷ്ട്രീയം എത്രമാത്രം വൃത്തികെട്ടതും തരം താണതുമാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, ആയിരക്കണക്കിന് വരുന്ന അധ്യാപക അനധ്യാപക ആൾക്കാർ, ആയിരക്കണക്കിന് ജനങ്ങൾ, ഇത് കാണാൻ വരുന്ന ആൾക്കാർ, ഇങ്ങനെ ഏതാണ്ട് 10,000-കണക്കിന് ആൾക്കാർ ആ വേദിയിൽ ഇന്നുണ്ട്. അത്തരമൊരു വേദിയിൽ കുട്ടികൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജാതിവെറിയുടെയും വർഗീയതയുടെയും വിഷം കലക്കാനുള്ള ഇടമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ മാറ്റാൻ പാടുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മലയാളികൾക്ക് മുഴുവൻ അറിയാം. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വൃത്തികെട്ടതാണെന്നും എത്രമാത്രം സാമൂഹിക വിരുദ്ധമാണെന്നും എത്രമാത്രം ദേശദ്രോഹപരമാണെന്നും എത്രമാത്രം സംസ്കാരശൂന്യമാണെന്നും ഉള്ളത് മുഴുവൻ ലോകത്തിലുള്ളവരും അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഭാരതത്തിൽ പലയിടത്തും അനുഭവിച്ചു കഴിഞ്ഞതാണ്. കേരളീയർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ, അതെല്ലാവർക്കും അറിയാമെന്നിരിക്കെ, ഈ കുഞ്ഞുങ്ങളിലേക്കും കൂടി നിങ്ങളുടെ ഈ വൃത്തികെട്ട വിഷം കുത്തിവയ്ക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ആരാണ് താങ്കളോട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തണം എന്ന് ആവശ്യപ്പെട്ടത്? താങ്കളുടെ തന്നെ ബുദ്ധിയിൽ തോന്നിയതാണോ? അതല്ല പാർട്ടി നേതാക്കളുടെ ബുദ്ധിയിൽ തോന്നിയതാണോ? പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ ബുദ്ധിയിൽ തോന്നിയതാണോ? അതല്ല ഏതെങ്കിലും വിവരം കെട്ട ഉപദേശകന്മാരുടെ കൈക്കറിയായിരുന്നു? എവിടുന്നാണ് താങ്കൾക്ക് ഇത്തരമൊരു പ്രസംഗം നടത്താനുള്ള എഴുതി വായിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുകയായിരുന്നല്ലോ. അപ്പം അബദ്ധവശാലോ യാദൃശ്ചികമായോ പറഞ്ഞതും വന്നതും ഒന്നുമല്ല എന്നർത്ഥം. സ്വാഭാവികമായിട്ടും മുൻകൂട്ടി ഇന്നത് തന്നെ പറയണം, ഇങ്ങനെ പറയണം, ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് വിഷം കയറ്റണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കാലേ കൂട്ടി ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി വന്ന് ഈ വൃത്തികെട്ട വിഷം ഛർദ്ദിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ഇനിയെങ്കിലും അങ്ങ് ഒന്ന് ആലോചിക്കേണ്ടതാണ്. എത്രയോ വേദികൾ താങ്കൾക്ക് വേറെയുണ്ട്. രാഷ്ട്രീയ വേദികളുണ്ട്, വേദികളുണ്ട്, മറ്റ് പല ഇടങ്ങളുമുണ്ട്. ഈ കുട്ടികൾ കലോത്സവത്തിൻ്റെ പേരിൽ പരസ്പര സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുകൂടാൻ വേണ്ടി, അതും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിൽ വെച്ചിട്ട്, എവിടെയാണെങ്കിലും കേരളത്തിലെ എവിടെയാണെങ്കിലും അവിടെ ഈ 10,000-കണക്കിന് കുട്ടികൾ അവർ ജാതി ചിന്തിച്ചിട്ടല്ലല്ലോ വരുന്നത്. അവരൊന്നിച്ച് കഴിയുകയല്ലേ. അവർ മതം ചിന്തിച്ചിട്ടല്ലല്ലോ. ഇപ്പം ഒപ്പന അതുപോലെയുള്ള മറ്റ് മുസ്ലിം കലകളുണ്ട്, മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട കലകളുണ്ട്. ആ കലകൾ പലതും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. തിരുവാതിര, കോൽക്കളി, ഇതിലൊക്കെ എല്ലാ വിഭാഗം മതം തിരിക്കാതെ തന്നെ എല്ലാ കലകളിലും എല്ലാ തരം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. എന്നിരിക്കെ അവരുടെ ഉള്ളിലില്ലാത്ത ഒരു ജാതീയത മുഖ്യമന്ത്രി അടിച്ചു കയറ്റേണ്ടതുണ്ടായിരുന്നു. ആ മക്കളുടെ ഉള്ളിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത മതപരമായ ഒരു വെറുപ്പ് അവരുടെ കഞ്ഞിയിൽ കലക്കി കൊടുക്കണമായിരുന്നു. ഇനി എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ മനസ്സിലാക്കുക? എന്നാണ് ഈ നാട്ടുകാർ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുക? എന്തു വേദിയും എവിടെയാണെന്നോ സ്ഥലം നോക്കാതെ, വേദി നോക്കാതെ, സദസ്സ് നോക്കാതെ തങ്ങളുടെ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന ഈ വിഷം ഛർദ്ദിക്കാൻ മാത്രമായി കമ്മ്യൂണിസ്റ്റുകൾ ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് എവിടെ വേദി കിട്ടിയാലും അവിടെയൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ വൃത്തികെട്ട വിഷം പരത്തി, സമൂഹത്തിൽ വിഷാണുക്കളെ പരത്തി സമൂഹത്തിൻ്റെ ക്യാൻസറായി മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്. അത്തരം ഒരു ക്യാൻസറിനെ സന്നിവേശിപ്പിക്കാനുള്ള ഇടമാക്കി സാംസ്കാരിക വേദികളെ അധപ്പതിപ്പിച്ച് കളയരുത് മേലിലെങ്കിലും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.